ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ചെന്നൈ മലയാളി അസോസിയേഷൻ നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ വീഡിയോ ആണ്. നിശാഗന്ധി എന്നായിരുന്നു പേര്. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. വായോ. ഹായ്. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞു. നമ്മളെവിടെ പോവാ പാറു? അറിയില്ല. നമ്മളിപ്പോ ഒരു സ്ഥലം വരെ പോവാ. അവിടെ കൊറേ ആന്റിമാരൊക്കെ ഉണ്ട്. പാറുകുട്ടിയായിട്ട് ഇച്ചിരി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് പൊങ്കലിന് മുന്നേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം അതിന് മുന്നേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈ സിറ്റി ഇങ്ങനെ പൊങ്കലിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കാഴ്ച കേട്ടോ, നിറയെ കടകളും ഒക്കെ ആയിട്ട്. അപ്പോൾ 6 മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്റ്റീവായി നിൽക്കുന്ന സമയമാണ് സിറ്റി. ചെറിയ ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ദൂരം നമുക്ക് ഇല്ലായിരുന്നു വീട്ടിൽ നിന്ന് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക്കിലൊന്നും പെട്ടില്ല, പെട്ടെന്ന് തന്നെ എത്തി. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് നിശാഗന്ധി എന്നാട്ടോ. നമ്മുടെ മലയാളി അസോസിയേഷന് ഒരുപാട് സമാജങ്ങളുണ്ട് ഇവിടെ, മലയാളി സമാജങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ മലയാളി സമാജം നടത്തിയ ഒരു പ്രോഗ്രാമാണ്. കാരണം സൗത്ത് ചെന്നൈയിൽ ഒരുപാട് നമുക്കങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടാവാറില്ല. നോർത്ത് സൈഡിലായിരിക്കും കൂടുതലും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം അങ്ങനെ പോകാൻ ശ്രമിക്കാറുമില്ല. ട്രാഫിക് കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോൾ ഒരു നേരമാവും. പിന്നെ നമുക്ക് തിരിച്ചു വരാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഓണം പ്രോഗ്രാംസ് ഒക്കെ മെയിനായിട്ട് നടക്കുന്ന അവിടെ കേട്ടോ. അപ്പോൾ നമ്മളിതാ അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തെത്തി. ഓഡിറ്റോറിയം ആശാൻ സ്കൂളിൻ്റെ ഓഡിറ്റോറിയമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ നേരെ പോവാണ്. അങ്ങനെ നടന്ന് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സും പരിചയക്കാരും ഒക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ കൂട്ടായ്മയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. നമ്മൾ ആരും തിരിച്ചറിയാത്ത ഒരു സ്ഥലത്തു നിന്ന് നമ്മളെ അറിയുന്ന ഒരുപാട് പേരുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതെല്ലാം നമ്മുടെ സമാജത്തിലെ ചേച്ചിമാരാണ്. അപ്പോൾ അവർ നല്ല സാരിയിലൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ്. അങ്ങനെ ഇതാ പാറുക്കുട്ടിക്ക് എല്ലാവരെയും കൂടെ കണ്ടിട്ട് ആകെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പാറുവിനും വലിയൊരു സന്തോഷമാണ്. അങ്ങനെ ഇതാ ഇവിടെ ഇരിക്കുന്ന ഒരു ബേബീനെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവൾ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അതിനെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയേക്കും കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ടാണ് അഞ്ജന ചേച്ചി. അഞ്ജന ചേച്ചിയുടെ മടിയിൽ ഇരുത്തിയിട്ടാണ് അവൾ കളിപ്പിക്കണേ. ഭയങ്കര കളിയായിരുന്നു. അവൾക്ക് ബേബിയുടെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബേബിയുടെ പിന്നാലെ നടപ്പായിരുന്നു കുറേ സമയം. അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട്. അപ്പോൾ ഈശ്വര പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഈ കഴിഞ്ഞ ഒരു 2-3 കൊല്ലമായിട്ട് ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ മുതൽ നമ്മുടെ ചെന്നൈയിലുള്ള ഇഷ്ടംപോലെ പ്രോഗ്രാംസ്, CTMA ആയിക്കോട്ടെ, FEIMA ആയിക്കോട്ടെ, AIMA ആയിക്കോട്ടെ, എല്ലാ സംഘടനകളും ഇഷ്ടംപോലെ പ്രോഗ്രാംസ് കൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വെച്ച് കൊണ്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും, കാരണം 6 മണി അല്ലെങ്കിൽ 7 മണി എന്ന് പറഞ്ഞാല് പള്ളിക്കരണി, റോമേഡ്, വല്ലവാരം ഇങ്ങനെയുള്ള തെക്കൻ ഭാഗത്തുള്ള ഈ ചെന്നൈയിലുള്ള ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നുകിൽ നമ്മൾ ട്രാഫിക്കിലും സ്റ്റക്കാവും, പകുതി ആകുമ്പോഴേ നമ്മളോട് ചെല്ലുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടൂല, അല്ലെങ്കിൽ നമുക്ക് അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചെല്ലാവരും ഇറങ്ങുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു അവസ്ഥ ഞങ്ങളിൽ പലർക്കും പലപ്പോഴായിട്ടുണ്ടായി. അപ്പൊ ആ സമയത്ത് മുതൽ ഇങ്ങനെ ഒരു ആലോചന വന്നു, നമുക്ക് എന്തുകൊണ്ട് ഇതുപോലൊരു പ്രോഗ്രാം ഇവിടെ വെച്ചുകൂടാ. അങ്ങനെ വിശിഷ്ടാതിഥികൾ എല്ലാവരും ചേർന്ന് പ്രോഗ്രാമൊക്കെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം പാറുവിന് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. അവൾ പുറത്തോട്ട് ഓട്ടോ ഒക്കെ ആയി. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ചെറിയ ഫുഡ് കൗണ്ടേഴ്സൊക്കെ ഉണ്ട് കേട്ടോ.
ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡാണ് എല്ലാം. ഇതൊക്കെ കുക്കീസ് അങ്ങനെയൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന കേട്ടോ, ബർഗർ അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ മെയിൻ ഡിഷ് കപ്പ, മീൻ കറി, ചിക്കൻ. ഇത് ചിക്കൻ കറി ആട്ടോ. ഇപ്പം ഇത്രയായി. മീൻ കറി ഉണ്ട്, ചാളക്കറി ആയിരുന്നു കേട്ടോ, മത്തി. പിന്നെ ഇത് ചമ്മന്തിയാണ്, കപ്പയുടെ കൂടെ കഴിക്കാനുള്ള മുളക് ഉള്ളി ചമ്മന്തി. പിന്നെ നല്ല കപ്പ ഉണ്ടായിരുന്നു കേട്ടോ, കണ്ടോ. അങ്ങനെ നമ്മുടെ മലയാളികൾ ഉള്ളിടത്ത് ഈ കപ്പ, പായസം, മീൻ ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത് തണുപ്പിച്ചിട്ടുള്ള പായസമാണ്, അല്ലാതെ തണുപ്പില്ലാത്ത പായസം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ഗ്ലാസ് പായസം വാങ്ങിച്ചു. ചുമയൊക്കെ ആയത് കാരണം തണുപ്പില്ലാത്ത പായസം വാങ്ങിച്ചേ. അങ്ങനെ പായസം കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഞാനിവിടെ ബിരിയാണിയുടെ കൗണ്ടർ ഉണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണി ഉണ്ടായിരുന്നു, വെജും നോൺ വെജും ഒക്കെ ഉണ്ട്. അപ്പോൾ പാറുക്കുട്ടി പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പാറുവിനെ കളിയാക്കുമായിരുന്നു, പാറു ഇതേ മീശ വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അവൾ ചിരിക്കുക അത് കേട്ടിട്ട്. അങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് കപ്പ വാങ്ങിച്ചിട്ടോ. അപ്പം ഞാനിന്ന് വെജിറ്റേറിയൻ ആയിരുന്നു ആ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ കറി ഒന്നും വാങ്ങിക്കണ്ട, ഇനി ഫിഷും വേണ്ട, എനിക്ക് അത് മിക്സായി പോവില്ലേ, കാര്യമായിട്ട് വിശപ്പില്ല നേരം കഴിക്കാൻ, 2 എണ്ണം വാങ്ങിക്കാൻ. അപ്പം അങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ ജയരാജ് വാര്യറാണ് കേട്ടോ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ പ്രോഗ്രാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ആസ്വദിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് കാണാം കേട്ടോ പ്രോഗ്രാം. ഇത് അനുരാഗാനം പോലെ ഞാൻ പാടാൻ വെച്ചതാണ്. പക്ഷെ പരിപാടി ഫുൾ അവിടെ ഇല്ല. തുടക്കം തന്നെ എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ വന്നിരിക്കുന്നു. കേരളത്തിന്റെ മിമിക്രി ലോകത്തെ ഒരു വലിയ, ഞാൻ എത്രയും സ്നേഹ ബഹുമാനങ്ങളോടെ എന്താ പറയുക, അത്രയും എനിക്ക് സ്നേഹമുള്ള ആളാണ്. ഇദ്ദേഹമാണ് കൊല്ലം സിറാജ്. ഇദ്ദേഹത്തിന് കൈയ്യടി കൊടുക്കുക. വലിയ കലാകാരനാണ്. ഒരു കാര്യം 2 നർമ്മം പറഞ്ഞിട്ടുണ്ട്. കൊല്ലം സിറാജിന്റെ പരിപാടികളുടെ വലിയ ആരാധന. നമ്മളിങ്ങനെയും പരിപാടികളോ നമുക്ക് കൊല്ലം സിറാജ് പറയും. അപ്പോഴേക്കും വസുദേവനെ ക്ഷണിക്കരുത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അവിചാരിതമായി എത്തിയതാണ്. എൻ്റെ മകൾ കോടമ്പാകത്ത് താമസിക്കുന്നുണ്ട്, കാനറ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനും വൈഫും കൂടി കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാനിവിടെ വന്നതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ 40-ൽ പാടാകവെ പിടിച്ചു കിട്ടിയ നാനും முதல்ல கண்மணி சொன்னேன்ல, இப்போ பொன்மணி போட்டு பொன்மணி பொன்மணி உன் வீட்டில் உனக்கு சௌக்கியமா, நான் இன்று சௌக்கியம். பொன்மணி உன் வீட்டில் சௌக்கியமா, நான் இன்று സൗഖ്യമേ. സബാഷ്. അതിനൊക്കെ ഇതൊരു പാട്ടൊക്കെ പറ്റിയല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത വരി, പൊന്മണി നിന്റെ വീട്ടിൽ നിനക്ക് സുഖമാണെങ്കിൽ എനിക്കിവിടെ പരമസുഖം. നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ സാറ് വിട വാങ്ങിയിട്ട് അടുത്ത ദിവസങ്ങളിലായിരുന്നു ഈ പ്രോഗ്രാം നടന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒന്ന് ഓർക്കാതെ നമുക്ക് ആ പ്രോഗ്രാം ഒട്ടും കൊണ്ടുപോകാൻ പറ്റില്ല. മലയാളികൾക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളാണ്. നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പാട്ടിലൂടെ നമ്മൾ ആസ്വദിക്കുമ്പോൾ കേട്ട് ആസ്വദിക്കുന്ന ആ ശബ്ദമാണ്. അപ്പോൾ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിംഗറാണ് കേട്ടോ. അങ്ങനെ അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമുക്ക് ഒരുപാട് നഷ്ടങ്ങളായി. ഇപ്പോൾ ഈ 2025-24 അവസാനമൊക്കെ ആയിട്ട് നമ്മുടെ മലയാളത്തിന് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലിപ്പോൾ അവസാനം നമ്മളെ വിട പറഞ്ഞു പോയ ആളാണ് നമ്മുടെ ജയചന്ദ്രൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ ഓർത്ത് ആ ഒരിക്കലും മരിക്കാത്ത ആ ശബ്ദം നമ്മൾ കേട്ട് ആസ്വദിക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പാട്ടുകളൊന്നും നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചൊക്കെ ഞാനിവിടെ കാണിക്കാം. പാട്ട് അല്ലാത്ത പ്രോഗ്രാംസ് മാത്രമേ എനിക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് കേൾപ്പിക്കാൻ പറ്റുള്ളൂ. ഇത് മഴ വരാൻ വേണ്ടിയുള്ള പാട്ടാണ്. ഈ കൊല്ലം ചെന്നൈയിൽ മഴ കുറവായിരുന്നു, മില്ലിമീറ്റർ എന്ന് കേട്ടു. അടുത്ത മഴക്കാലം
ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അതാ മിനി ചേച്ചിനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട് പരിചയമുണ്ടല്ലോ. പിന്നെ സുജ, ഇത് അഞ്ജന ചേച്ചിയുടെ മടിയിലിരുന്ന് പാറു ഉറക്കാണ് കേട്ടോ. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി ഇരുന്നതാണ്, പിന്നെ അങ്ങോട്ട് ഉറങ്ങിക്കളഞ്ഞു ആള്. ഇനിയുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, നമ്മുടെ തിരുവാതിര ഗ്യാങ്ങാണ് ഇവരെല്ലാമേ. പിന്നെ ഇതാ പാറുവിനെ എടുത്തിരിക്കുന്നത് ആശ, പിന്നെ മിനി ചേച്ചി, സുജ, അഞ്ജന ചേച്ചി, ഞാൻ, വേറെ 2 പേരും കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഫോട്ടോയിൽ കാണാം. അപ്പം ഇതാ ഇത് ജയരാജ് വാര്യറിൻ്റെ കൂടെ അന്നേരം ഞങ്ങളൊരു ഫോട്ടോ എടുത്താണ്. പിന്നെ ഇതാ ജിനി ചേച്ചിയും വിനീത ചേച്ചി, അങ്ങനെ ഞങ്ങളുടെ ഗ്യാങ് കംപ്ലീറ്റ് ആവാൻ ഒരാളും കൂടെ ഉണ്ട്, ആരതി. അപ്പോൾ ആരതി വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ പാറു ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് പിന്നെ പരിപാടി കാണാൻ തുടങ്ങി. കുറേ നേരം ഇരുന്ന് നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ. കുറേ പാട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അങ്ങനെ കുറേ നേരമൊക്കെ അവളിരുന്ന് കേട്ടു കേട്ടോ. അങ്ങനെ നല്ല പരിപാടിയായിരുന്നു കേട്ടോ. എനിക്കും പിള്ളേർക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ നാടിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോകുന്ന ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ആസ്വദിച്ചു നന്നായിട്ട് തന്നെ. അങ്ങനെ 9 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞു. 9:15-9:30 പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ബിരിയാണി വാങ്ങിച്ചിട്ട് വന്നു. ഒരു വെജും നോൺ വെജും വാങ്ങിച്ചു. ഒരു ചിക്കൻ ബിരിയാണിയും ഒരു വെജ് ബിരിയാണിയും വാങ്ങിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു ചെന്നൈ മലയാളി അസോസിയേഷൻ്റെ ഒരു കൂട്ടായ്മയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. നമുക്ക് പുതിയൊരു നല്ലൊരു ഡേ ഇൻ മൈ ലൈഫോ അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.